1 million കോണ്ടന്റ് വ്യൂ. റീസെന്റ് ആയി ഡെസ്ക്രോയിലുള്ള ഒരു ക്ലയന്റിന്റെ ഗ്രോത്ത് കാണിച്ചത്. അതായത് ഈ ഒരു കോണ്ടന്റ് എന്ന് പറയുന്ന ബ്രാൻഡ് പെർഫ്യൂം ബ്രാൻഡാണ്. ജസ്റ്റ് ഷോക്കേസ് തരാം. ഈ ഒരു ബ്രാൻഡിന്റെ ഒരു കോണ്ടന്റ് റീസെന്റ് ആയിട്ട് ചെയ്ത കോണ്ടന്റ് 1 million വ്യൂസ് കിട്ടി. ഇതിൽ പല ആളുകൾ ചോദിച്ച ഡൗട്ട് ഉണ്ട്. ഒരു പെർഫ്യൂം ബ്രാൻഡ് ആകുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പെർഫ്യൂമിനെ കാണിക്കണ്ടേ, അല്ലെങ്കിൽ അതിന്റെ ഷോക്കേസിലുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അതൊക്കെ. അപ്പൊ അത് ഷോക്കേസിലുള്ള റീൽസിന്റെ അപ്പുറം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റോറിയിൽ ഒരാൾ കഥ പറയുന്ന മെത്തേഡ് എന്തിനെടുത്തത് ഒന്നുമില്ല. അവർ മുന്നേ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ബ്രാൻഡിങ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ഷോക്കേസിങ് മാർക്കറ്റിംഗിലൊക്കെ അവർക്ക് അവയർനെസ് നല്ലപോലെ കുറവാണ്. മാർക്കറ്റിൽ അവർ അവയർനെസ് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇതുപോലൊരു സ്റ്റോറി ടെല്ലിംഗ് വേയിൽ ആളുകൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമിന്റെ അവയർനെസ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് അത്രയും പേരാണ് അറിഞ്ഞിട്ടുള്ളത്. കാരണം റിലേറ്റബിൾ സ്റ്റോറീസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസിനെ കുറിച്ചാണ്. സോ അത് റിലേറ്റഡുള്ള ഒരുപാട് അവർക്ക് ഷെയർ ചെയ്ത് ആൻഡ് ഇതിൽ ജസ്റ്റ് കമന്റ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത്രയും എൻഗേജ്മെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇൻസ്പയറിംഗ് ഒരു മൂഡിക്കാണ് ഈ ഒരു വീഡിയോ പോയിട്ടുള്ളത്. ഇതിൽ ഞാൻ കരുതാം യൂസുഫ് ഭായ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഒരു ഇൻഫ്ലുവൻസർ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഇതിന് കോമെന്റ് ചെയ്തു, അതിന്റെ റിയാലിറ്റി പറഞ്ഞിട്ടുള്ള. സോ ഇത്ര ഇൻഫ്ലുവൻഷ്യലി ആയിട്ടുള്ളത് കൊണ്ടാണ്, ഷെയറബിലിറ്റി ഒക്കെ പോയതുകൊണ്ടാണ് ഈ 1 million കിട്ടിയത്. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യാൻ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ആ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യുക മാത്രമല്ല, ആളുകൾക്ക് റിലേറ്റ് ചെയ്യുക, ആളുകളുടെ ഇടയിൽ ഇറങ്ങി ചിന്തിക്കുക.